Amen.
സമാധാനം എന്റെ പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അത് പറഞ്ഞതിന് ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപങ്ങൾ മോചിക്കപ്പെടാതിരിക്കുന്നുവോ അവ മോചിക്കപ്പെടാതിരിക്കുകയും ചെയ്യും. എന്നാൽ യേശുവിന്റെ ശിഷ്യന്മാർ പ്രത്യക്ഷപ്പെട്ടപ്പോൾ 10 പേരിൽ ഒരുവനായി ഇരുട്ടേന്ന് വിളിക്കപ്പെടുന്നതായ തോമസ് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നില്ല. മറ്റു ശിഷ്യർ അവനോട് ഇപ്രകാരം പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ തോമസ് അവരോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ അവന്റെ കൈകളിൽ കാണിപ്പാട് കാണുകയും അവയിൽ എന്റെ വിരലുകൾ ഇടുകയും അവന്റെ വിലാപ്പുറത്ത് എന്റെ കൈവച്ച് നോക്കുകയും ചെയ്തിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. പിന്നെ 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ അകത്തിരിക്കുമ്പോൾ തോമസും അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരിക്കുമ്പോൾ യേശുദാൻ അവരുടെ നടുവിൽ നിന്നുകൊണ്ട് അവരോട് ഇപ്രകാരം ചെയ്തു, നിങ്ങൾക്ക് സമാധാനം. പിന്നെയും അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എന്റെ കൈകളെ നോക്കുക. നീ കൈ നീട്ടി എന്റെ വിലാപ്പുറത്ത് വെച്ച് നോക്കുക. നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് അവനോട്, എന്റെ കർത്താവും എന്റെ ദൈവവുമേ. യേശുദാനോട് പറഞ്ഞു, നീ ഇപ്പോൾ എന്നെ കണ്ടുണ്ടാവുന്നു വിശ്വസിച്ചത്. എന്നാൽ എന്നെ കാണാതെ വിശ്വസിക്കുന്നവർ അനുഗ്രഹീതരാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടാകട്ടെ. സമ്മതിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെ പേരുണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ നമ്മുടെ പേരോട് പേരും 2 ലോകങ്ങൾ
ഞങ്ങൾ ഭക്ഷിച്ചു വന്ന ശരീരം ഞങ്ങൾ പാനം ചെയ്തു പുണ്യപ്രദമായ നിന്റെ വിരക്തവും ഞങ്ങൾക്ക് ശിക്ഷിക്കപ്പെടുകയാത്രമായി തീരരുതേ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ഉലകം വിട്ടോ മോറിവാനിയോ സോർക്കണമേ നിൻ പാലവനിൽ തലപുരോഹിതനിവിടുണ്ടായൊരു കുറവുകളല്ല തുടരും നിന്നുടെ വിലയിൻ കൃപയാൽ മാനിടണമേ. ആടുകളൊത്തി പാലകനന്യം വാനവകേ പുണ്യഗണത്തിൽ തിരുസന്നിധിയിൽ മോഹിക്കേണമേ. സഹോദരങ്ങളെ, കർത്താവിനുമായ പരിശുദ്ധ ബലിപീഠത്തിൽ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നതായ അനുഗ്രഹങ്ങളോടും യാത്രാ ഭക്ഷണങ്ങളോടും കൂടെ പരിശുദ്ധവുമായ വിശുദ്ധ തത്വത്തിന്റെ കൃപയ്ക്കുമായി നിങ്ങളെ നിങ്ങൾ ഫലമേൽപ്പിക്കുന്നതായ ഈ സമയത്ത് നിങ്ങൾ സമാധാനത്താലെ പോകുകയും ദൂരസ്ഥന സമീപസ്ഥരം മരിച്ചവരും ജീവനുള്ളവരും താമസിയുള്ള ആശ്രയമായ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധമാമേശ്വരുടെ പുഷ്പിക്കാൻ ഉത്തരവിട്ടപ്പെട്ടവരുമേ, പരിശുദ്ധ തത്വങ്ങളുടെ കടങ്ങളെ പരിഹരിക്കുന്ന നിങ്ങളുടെ പാപങ്ങളെ മോചിക്കുകയും വിശ്വാസികളായ വാങ്ങിപ്പോരുടെ ആത്മാക്കളെ താൻ ആശ്വസിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ പ്രാർത്ഥനകളുടെ സഹായം പ്രാപിപ്പാൻ സന്നദ്ധയായി തീരട്ടെ. നിങ്ങൾ സന്തോഷിച്ച് സംതൃപ്തരായി സമാധാനത്താൽ പോകുകയും എന്നേക്കും